എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ചന്ദ്രമതിയുടെ പേരിലുള്ള ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ വിറ്റ കാര്യം വേറെ ആർക്കും അറിയാൻ പാടില്ലല്ലോ. ഇപ്പോഴും ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ പാർലർ അവിടെ ഉണ്ടെന്നാണ് ആ വീട്ടിലുള്ള എല്ലാവരുടെയും വിചാരം. പക്ഷേ ചന്ദ്രമതി ബ്യൂട്ടി പാർലറിൻ്റെ പേരൊക്കെ മാറ്റി ഇപ്പോൾ ഗ്രീൻ ബ്രാൻഡ് എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതി ഒരു ദിവസം നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലോട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുവാണ് കേട്ടോ. ആ ബ്യൂട്ടി പാർലറിലോട്ട് കയറിയതും അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കും, ശ്രുതി ഇല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ശ്രുതിയെ വിളിക്കാൻ വേണ്ടി അകത്തോട്ട് പോകും. ആ സമയം ശ്രുതി അവിടെയുള്ള കോസ്മെറ്റിക്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നാണ് അവിടെയുള്ള ബോർഡ് ശ്രുതി ശ്രദ്ധിക്കുന്നത്. ചന്ദ്രമതി എന്നുള്ള പേര് മാറി ഗ്രീൻ ബ്രാൻഡ് ബ്യൂട്ടി പാർലർ എന്നായിരിക്കുന്നു. ശ്രുതി ഇത് കാണുമ്പോഴേക്കും ഞെട്ടും കേട്ടോ. കാരണം തൻ്റെ അമ്മയോടുള്ള പേരിലുള്ള ബ്യൂട്ടി പാർലർ അല്ലേ, എപ്പോഴും അമ്മ അഭിമാനം കൊള്ളുന്ന ബ്യൂട്ടി പാർലർ, അത് ആ പേരിപ്പോൾ അവിടെ കാണാനില്ല. ഇപ്പോൾ ഗ്രീൻ ബ്രാൻഡ് എന്നാണ് പേര്. ശ്രുതി ഇത് കണ്ട് ആകെ ടെൻഷനായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി അകത്ത് നിന്ന് വരും. ശ്രുതിയോട് ചോദിക്കും, ശ്രുതി എൻ്റെ അമ്മയുടെ പേര് എവിടെ, ഇപ്പം എന്താ പേര് ഗ്രീൻ ബ്രാൻഡ് എന്നൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്ന് പതറും. ശ്രുതി പറയും, അകത്തോട്ട് വാ, നമുക്ക് അകത്തോട്ട് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് ശ്രുതിയെയും വിളിച്ച് ശ്രുതി അകത്തോട്ട് പോകുവാണ്. അപ്പോൾ ശ്രുതി ചോദിക്കും, പറ ശ്രുതി എന്താ കാര്യം, എന്തിനാ ബ്യൂട്ടി പാർലറിൻ്റെ പേര് മാറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, അത് പിന്നെ ഞാനത് സർപ്രൈസായിട്ട് പറയാൻ വേണ്ടി വെച്ചിരിക്കുമായിരുന്നു ശ്രുതിയോടെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, സർപ്രൈസോ, ഇതെനിക്കിപ്പോൾ ഒരു ഷോക്കിംഗ് ആണ്. എൻ്റെ അമ്മ എപ്പോഴും അഭിമാനത്തോടെ പറയും എൻ്റെ മോൾക്ക് ബ്യൂട്ടി പാർലർ ഉണ്ട്, ചന്ദ്രമതി എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പൊക്കി പറയുവാണ്. ആ പേരിപ്പോൾ ഇവിടെ ഇല്ലെന്ന് കാണുമ്പോൾ എനിക്കത് വല്ലാത്ത ഷോക്കാണ്, അല്ലാണ്ട് സർപ്രൈസ് അല്ല എന്ന് പറയും. ശ്രുതി പറയും, ശ്രുതി ഇപ്പോൾ എല്ലാവർക്കും ഞാനിപ്പോൾ നല്ല വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടീഷ്യനല്ലേ, എല്ലാവർക്കും എൻ്റെ മേലൊരു നോട്ടമുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ കമ്പനിയായിട്ട് ഞങ്ങളുടെ കമ്പനി മേർജ് ചെയ്യാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രുതി ചോദിക്കും, ഫ്രാഞ്ചൈസിന് വേണ്ടി അപ്പോൾ മൊത്തത്തിൽ കൊടുത്തു. അപ്പോൾ ശ്രുതി പറയും, ഇല്ല മൊത്തത്തിലൊന്നും കൊടുത്തിട്ടില്ല, ഞാനും ഇതിൻ്റെ പാർട്ട്ണറാണെന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ പിന്നെ ഇത്രയും നാൾ എന്നോട് പറയാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുവാണ്, അത് പിന്നെ പ്രോസസ്സൊക്കെ അങ്ങനെ നടക്കുമല്ലേ, അതാണ് ഞാൻ ശ്രുതിയോട് പറയാണ്ടിരുന്നത്. ഇതുമൂലം നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷവും. അപ്പോൾ നമുക്ക് കുറേ കാശൊക്കെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ആ നമുക്ക് കുറേ കാശ് കിട്ടും. ഇപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, കാരണം ഗ്രീൻ ബ്രാൻഡ് കമ്പനി അത്രയും വലിയ കമ്പനിയാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷവും. ശരിയാണ്, നമുക്ക് നമ്മുടെ ഭാവിയിലോട്ട് പൈസയൊക്കെ സമ്പാദിച്ച് വെക്കേണ്ടതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അമ്മയുടെ പേര് മാറ്റിയാൽ എനിക്കും സങ്കടമുണ്ട്, പക്ഷേ നമുക്കതൊക്കെ ബിസിനസ് അല്ലേ, നമുക്ക് ലാഭമല്ലേ നോക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. ശ്രുതി നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ശ്രുതി പറയും, ഞാൻ ഇപ്പോൾ തന്നെ ഈ നല്ല വാർത്ത വീട്ടിലൊക്കെ പോയി പറയട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ വളരെ സന്തോഷത്തോടെ ഇറങ്ങുവാണ്. അപ്പോഴാണ് ശ്രുതി ഓർത്തത്, അയ്യോ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അറിഞ്ഞാൽ ഇനി ഇതൊരു പ്രശ്നമാകുമല്ലോ എന്ന് പറഞ്ഞ് ശ്രുതിയും പുറകേലിറങ്ങും. പക്ഷേ ശ്രുതി ആദ്യം തന്നെ എത്തി അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ശ്രുതി വളരെ സന്തോഷത്തിൽ അമ്മയെ അവിടെ സോഫയിലേക്ക് ഇരുത്തി കാര്യം പറയാം കേട്ടോ. നമ്മുടെ ശ്രുതി എന്താ ചെയ്തതെന്നറിയോ അമ്മേ, ശ്രുതി നമ്മുടെ പാർലർ ഫ്രാഞ്ചൈസിന് കൊടുത്തു എന്ന് പറയും. അപ്പോൾ ചന്ദ്രക്ക് അത് മനസ്സിലാവില്ല. ചന്ദ്ര ചോദിക്കും, എന്തെന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, അതെ ഗ്രീൻ ബ്രാൻഡ് എന്ന് പറഞ്ഞ് കുറേ പാർലർ വെച്ചിരിക്കുന്ന ഒരു കമ്പനിയുണ്ട്, അവരായിട്ട് ചേർന്നാണ് ഇപ്പോൾ ശ്രുതി വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കും, അപ്പോൾ കമ്പനിയുടെ പേരും മാറ്റിയിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ തന്നെ ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുവേ. അപ്പോൾ ശ്രുതി പറയും, ഇപ്പം അമ്മയുടെ പേരിലല്ല പാർലർ, ഇപ്പോൾ ഗ്രീൻ ബ്രാൻഡ് എന്നാണ് പേരെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുവേ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കടന്നു വരുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എന്താണ് ശ്രുതി ഇവനീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഞാൻ ആൻറ്റിയോട് പറയാൻ വേണ്ടി ഇരുന്നതാണ്, പക്ഷേ അപ്പോഴേക്കും ശ്രുതി വന്ന് എല്ലാം പറഞ്ഞു. ചന്ദ്ര അങ്ങനെ ദേഷ്യം അടക്കി പിടിച്ചിരിക്കുവാണ്, പക്ഷെ പുറത്തൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ശ്രുതി പറയുവാണ്, കുറച്ച് നാളായിട്ടുള്ളൂ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടെന്ന് പറയുമ്പോഴേക്കും സച്ചിയൊക്കെ കളിയാക്കുവാണ്. അപ്പോൾ ഇപ്പം അമ്മയുടെ പേരിൽ ഞങ്ങളുടെ പൂക്കട മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ശ്രുതി പറയും, അമ്മ ഇതുമൂലം കുറേ പ്രോഫിറ്റൊക്കെ കിട്ടും, നമുക്ക് കുറേ കാശൊക്കെ കിട്ടും എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഞാനും ആദ്യം കേട്ടപ്പോൾ ഞെട്ടിയമ്മ, പക്ഷേ ഇതൊക്കെ നല്ലതല്ലേ, നമുക്ക് നല്ലതല്ലേ ശ്രുതി ചെയ്തതെന്നൊക്കെ ശ്രുതിയെ അങ്ങോട്ട് പൊക്കി പറയുവാണ് ശ്രുതി. പക്ഷേ ചന്ദ്ര അങ്ങനെ ദേഷ്യം വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കും, രേവതി നമുക്ക് ഏതെങ്കിലും ഫ്രാഞ്ചൈസിനെ കൊടുത്താലോ എന്ന് ചോദിക്കും നമ്മുടെ പൂക്കട. അപ്പോൾ രേവതി പറയുവാണ്, ഇല്ല എനിക്ക് എൻ്റെ അമ്മയുടെ പേര് മാത്രം മതി, ഞാൻ എത്ര വലിയ കമ്പനികൾ തുടങ്ങിയാലും അമ്മയുടെ പേര് മാറ്റാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ആ ദേഷ്യം അങ്ങോട്ട് വരുവാണേ.
കുറേ ലാഭമൊക്കെ കിട്ടുമ്പോഴേക്കും ഞങ്ങൾ ഇനിയും കുറേ ബ്യൂട്ടി പാർലർ തുടങ്ങും. അപ്പോൾ ആ പാർലറിനൊക്കെ ഞങ്ങൾ ചന്ദ്രമതി എന്ന് പേരേ വെക്കുള്ളൂ എന്ന് ശ്രുതി അങ്ങനെ ഒന്ന് സുഖിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇടയിൽ കൂടി. അപ്പോൾ ചന്ദ്ര പറയും, അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ വീടിന് വേണ്ടിയിട്ടല്ലേ, നീ ചെയ്തതിൽ ഒരു കുഴപ്പമില്ല മോളെ എന്ന്. ദേഷ്യമുണ്ട് ഉള്ളിൽ. പക്ഷേ അവരുടെ മുമ്പിൽ സച്ചിൻ രേവതിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ മരുമോളെ ഒന്നും കുറ്റം പറയാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുവാണ് ചന്ദ്ര. അപ്പോൾ ശ്രുതിക്ക് ഒന്ന് സമാധാനമാവും. ചന്ദ്ര പറയും, നീയല്ലേ എൻ്റെ പേരിൽ ആദ്യം പാർലർ തുടങ്ങിയത്, പിന്നെ അതും താങ്ങിയാണ് ബാക്കിയുള്ളവരൊക്കെ തുടങ്ങിയത്, അത് തന്നെ നല്ല കാര്യം, നീ എൻ്റെ മരുമോളല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് സുഖിപ്പിക്കുവാണ്. ശ്രുതി അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ എന്നാൽ ശരി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ബാത്റൂമിലോട്ട് പോകും. ആ സമയത്താണ് ചന്ദ്ര മുറിയിലിരിക്കുന്നത്. ശ്രുതി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചന്ദ്ര അവിടെ കട്ടിൽ അങ്ങനെ ദേഷ്യത്തിലിരിക്കുവാണേ. നീ ആ വാതിലടച്ചൊന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ശ്രുതിയെ അങ്ങോട്ട് വിളിക്കുവാണ്. എനിക്ക് നിന്നോട് വെറുപ്പൊന്നുമില്ല, സങ്കടമൊന്നുമില്ല, എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് ശ്രുതിയോട് പറയുവാണ്. ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങനെ മാറിയിരിക്കുവാണേ. ആരോട് ചോദിച്ചിട്ടാണ് നീ പാർലറിൻ്റെ പേര് മാറ്റിയത്? ഈ പാർലർ തുടങ്ങുന്നതിന് മുമ്പ് നീ വീട് വീട് കയറി ആൾക്കാർക്ക് മസാജ് ചെയ്തിരിക്കുമായിരുന്നില്ലേ? ഞാൻ നിൻ്റെ ഇത് കണ്ട് പാർലർ തുടങ്ങട്ടെ എന്നോർത്ത് വീടിൻ്റെ ആധാരമൊക്കെ വെച്ചിട്ടല്ലേ നിനക്ക് പൈസയൊക്കെ എടുത്തു തന്നത്, എന്നിട്ട് നീ എന്നോടൊരു വാക്ക് ചോദിച്ചോ എന്ന് ശ്രുതിയോട് ചോദിക്കുവാണ് നമ്മുടെ ചന്ദ്ര. ശ്രുതി നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര പിന്നെയും ചൂടാകുവാണ്. ഞാൻ എൻ്റെ ആധാരം വെച്ച് തന്ന പൈസ കൊണ്ടുണ്ടാക്കിയ പാർലറാണ് എൻ്റെ പാർലർ എന്ന് പറഞ്ഞ് ഞാൻ വളരെ അഭിമാനത്തോടെയാണ് നിന്നത്. ശ്രുതി അപ്പോൾ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് ആൻറ്റിയുടെ ആധാരമൊക്കെ എടുത്ത് തന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പിന്നെയും ദേഷ്യം വരും. ഇവൾ എന്നോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയോ? ചന്ദ്ര അങ്ങനെ നല്ല കളിപ്പി നിൽക്കുവാണേ. നിന്റെ അച്ഛൻ വലിയ ആളാണെന്ന് പറഞ്ഞ് ഞാൻ എന്താ മിണ്ടാണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ചീത്ത പറയുവാണ്. ആ ആധാരം ഞാൻ പണയം വെച്ചപ്പോൾ ഇവിടെ പലിശക്കാരൊക്കെ വന്ന് അവരുടെ മുമ്പിലൊക്കെ ഞാൻ എന്തോരം നാണം കിട്ടുന്നത് നിനക്കറിയാവുന്നതല്ലേ, നീ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ചൂടാകുവാണ്. ഞാൻ എൻ്റെ മോളെ പോലെയല്ലേ കണ്ടത്, നിൻ്റെ അച്ഛൻ എന്താ ഇതുവരെ ഇങ്ങോട്ട് വരാത്തതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? വേറെ വല്ല അമ്മായിയമ്മാണെങ്കിൽ ചോദിക്കില്ലേ, എന്താ ഇങ്ങനെ അച്ഛനൊന്നും വീട്ടിൽ വരാത്തതെന്നൊക്കെ ഓർത്തിട്ട്. നീ ഏത് പണക്കാരൻ്റെ മോളായാലും ശരി, ഇവിടെ നീ എൻ്റെ ചന്ദ്രയുടെ മരുമോളാണ്, അതിനനുസരിച്ച് നീ നിന്നാൽ മതി, എന്നെ എതിർത്തൊരു വാക്ക് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുവാണ് ശ്രുതിക്ക്. ആ സച്ചിയുടെയും രേവതിയുടെയും മുമ്പിലൊക്കെ ഞാനിപ്പോൾ നാണം കെട്ടു. ശ്രുതി സോറിയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ചന്ദ്ര അതൊന്നും വകവെക്കുന്നില്ല. ഇനി മേലാ നീ എൻ്റെ അടുത്ത് പറയാതെ ഒരു കാര്യം ഒറ്റയ്ക്ക് തീരുമാനിക്കരുതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വാണിംഗ് ഒക്കെ കൊടുത്ത് ആ മുറിയിൽ നിന്നും പോകുവാണ്. പാവം ശ്രുതി നല്ലോണം പേടിച്ചിട്ടുണ്ട്. കടയുടെ പേര് മാറ്റിയത് ഇങ്ങനെ, അപ്പോൾ എൻ്റെ ബാക്കിയുള്ള രഹസ്യങ്ങൾ അറിഞ്ഞാൽ ഇവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നോർത്ത് ശ്രുതി അങ്ങനെ പേടിച്ച് നിൽക്കുവാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും ചെമ്പനീർ പൂവിൻ്റെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.